ഹലോ! ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ക്രാബ് കോലി ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര്. കോലി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു റൈസ്. നമുക്ക് ബിരിയാണിന്നോ പുലാവെന്നോ ഒക്കെ വിളിക്കാം. നമ്മളുടെ കേരള ബിരിയാണിയുടെ ടേസ്റ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ്. ആ രീതിയിലുള്ള ടേസ്റ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. അതിന് ആ ഒരു സ്മെല്ല് കൊടുക്കുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 4 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അത് മാറ്റിയിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമുക്കൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതും നല്ല ഗോൾഡൻ ഷെയ്ഡായി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് വലിയൊരു കടായി വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോലി മസാല പൗഡറാണ്. അത് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലുള്ള ഓരോ പൗഡറും സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും. ഇത്രയും പൊടികളാണ് ഇതിൽ ചേർക്കാനുള്ളത്. ഈ പൊടിയൊക്കെ ചേർത്ത് തുടങ്ങുമ്പോൾ തന്നെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് വെക്കണേ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയാണ് കേട്ടോ ഈ മസാലേനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത്. നല്ലൊരു സ്മെല്ലുമാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി തക്കാളിയല്ല ചേർക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് വാളൻ പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് മാറി കുക്കായിട്ടുള്ള ഒരു ടേസ്റ്റ് ആവുന്നത് വരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു സമയത്ത് കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടും ഉണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ട് എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കരുത്. സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു യെല്ലോ പോർഷൻ ഇവിടെ തന്നെ വെക്കണം. ഞാൻ ആദ്യമൊക്കെ ഇത് കളയായിരുന്നു കേട്ടോ, വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ KNK ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടല്ലോ, ഒരു ഫിഷിംഗ് ചാനൽ, അവരാണ് ഇത് ശരിക്കും ഏറ്റവും ടേസ്റ്റുള്ള ഞണ്ടിൻ്റെ പാർട്ടാണ്. ഫീമെയിൽ ക്രാബ്സിലുള്ള എഗ്സ് ആണ് കേട്ടോ ഇത്. അവരാണിത് പറഞ്ഞു തന്നത്. ഞണ്ടിൻ്റെ പൊന്നെന്നാണ് ഈ ഒരു പാർട്ടിനെ പറയാത്രേ. അത്രയും പ്രഷ്യസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് കളയാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ മസാല ഞണ്ടിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് കളറിലുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നാണ്. ഞണ്ട് നന്നായിട്ട് കുക്കായി കഴിയുമ്പോഴാണ് ആ ഒരു ഷെയ്ഡ് കിട്ടുക. ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു കടായിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൈസ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 8-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഇത് റെഡി ആയി കിട്ടും. നന്നായിട്ട് വെന്ത് വരണം, പക്ഷേ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകരുത് കേട്ടോ. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഞണ്ടും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. കണ്ടോ, റൈസിൻ്റെ പാകം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷെ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടോ കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചധികം മല്ലിയില കൂടി തൂക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് സെർവ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ ഈ ഒരു റൈസ് സെർവ് ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട്. ആ ഒരു മസാലക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഞാനിതിൻ്റെ കൂടെ ചെമ്മീൻ അച്ചാറാണ് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ സീ ഫുഡ് മയാണ് കേട്ടോ.
അപ്പൊ നമുക്ക് ടാനുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ചെമ്മീനെടുക്കാം. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ക്രാബ് കഴിച്ചു നോക്കിയാലോ? അമ്മ എടുത്തരാം. ക്രാബ് എനിക്ക് ഇഷ്ടമാണ് മമ്മ. ക്രാബ് ക്രാബ് കപ്സിന്റെ പോലെ ക്രാബ്. നമ്മുടെ ക്രാബ് പപ്സിന്റെ റെസിപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് കാണണേ. നല്ല വെറൈറ്റി ഒരു റൈസ് ഡിഷാണ്. അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മമ്മ സൂപ്പറാ.